വൽ ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ഹക്കീമായ ഖുർആനാണ് സത്യം. ഹക്കീം എന്ന് പറഞ്ഞാൽ ഹിക്കമത്തുള്ള, അതേപോലെ മുഹ്കമായ ഹാക്കിമായ ഖുർആനാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, അൽ ഹക്കീമായ ഖുർആനാണ് സത്യം എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന, സ്ഥിരീകരിക്കുന്ന കാര്യം എന്താണ്? അതാണ് ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക ലമിനൽ മുർസലീൻ. സത്യം ചെയ്യുമ്പോൾ ഒരു സംഗതിയെ കൊണ്ട് സത്യം ചെയ്യും. ഇപ്പം അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യും, അള്ളാഹുവിൻ്റെ വചനം കൊണ്ട് സത്യം ചെയ്യും, അള്ളാഹിൻ്റെ വിശേഷണം കൊണ്ട് സത്യം ചെയ്യും. പിന്നെ ഒരു സംഗതി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം. ഒരു സംഗതി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം. ആ ഉറപ്പിക്കപ്പെടുന്ന കാര്യം അതും അതിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അതാണ് ഇവിടെ ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക തീർച്ചയായും താങ്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്ത് പറയാണ്, തീർച്ചയായും താങ്കൾ ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു. മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു. ഈ ലാമ് വ്യാകരണത്തിൽ അതിന് ലാമുൽ മുസഹ്ലിഖ എന്ന് പറയും. പക്ഷേ അതൊരു ഇതേപോലെ ഒരു കണിശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയോഗമാണ് ഈ ലാമ്. അപ്പോൾ ഇന്നക തീർച്ചയായും തങ്ങൾ ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു. ഇത് പറയാൻ കാരണം എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഖുർആനിൽ ഹക്കീം, അൽ ഹക്കീമായ ഖുർആൻ തന്നെയാണ് സത്യം, ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാണെന്ന് പറയാൻ കാരണം? വഖാലല്ലദീന കഫറു, അവിശ്വസിച്ചവർ പറഞ്ഞു, ലസ്ത മുർസല, ലസ്ത മുർസല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഖത്ത് നോക്കിയിട്ട് പറയാണ്, താങ്കൾ മുർസലല്ല, മുർസലല്ല. പിന്നെ അവരുടെ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ? അവർ പല കിംവദന്തികളും അപവാദങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു. അവർ അബ്തർ എന്ന് പറഞ്ഞ്, മജ്നൂൻ എന്ന് പറഞ്ഞ്, ഷായിർ എന്ന് പറഞ്ഞ്, കാഹിൻ എന്ന് പറഞ്ഞ്, കദ്ദാബ് എന്ന് പറഞ്ഞ്, സാഹിറും മജ്നൂൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ, ഇന്നക ലമിനൽ മുർസലീൻ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചു, അലാ സിറാത്തിൻ മുസ്തഖീം. മുർസലീങ്ങളിൽ പെട്ടവൻ എന്ന് പറഞ്ഞാൽ മുർസലീങ്ങൾ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമരുളിയവരാണ് ആര്? ഈ മുർസലീങ്ങളിൽ. ആ മുർസലീങ്ങൾ പെട്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയാണ്. ഒപ്പം അലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിൽ ഉള്ള ആളാണ് ആര്? താങ്കൾ. താങ്കൾ അലാ സിറാത്തിൻ മുസ്തഖീം. മുസ്തഖീമായ സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നേരായ പാത. സിറാത്ത് എന്ന് പറയുമ്പോൾ തന്നെ എന്താ സിറാത്തിൻ്റെ പ്രത്യേകത? എന്താ? പാത എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കും അല്ലേ? അനിവാര്യ ഘട്ടങ്ങളിലെ അത് വളക്കേണ്ടി വരുള്ളൂ. പക്ഷേ പാത സിറാത്താണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മുസ്തഖീം എന്ന് വിശേഷിപ്പിച്ചു. തീർത്തും രുജുവായ, തീർത്തും നേരായ പാത. ആ നേരായ പാതയാകുമ്പോൾ ആ പാതയിൽ എന്തില്ല? നമുക്കൊന്നും പേടിക്കാനില്ല, വളവും തിരിവുമില്ല. പിന്നെ ആ ഒടിവിൽ എന്താണ്, ആ വളവിൽ എന്താണ്, ആ ചെരുവിൽ എന്താണ്, ഇങ്ങനെയൊന്നും ഭയക്കേണ്ടതില്ല. സിറാത്ത് മുസ്തഖീമാണ്. പിന്നെ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താം. സിറാത്ത് മുസ്തഖീമാകുമ്പോൾ എന്തായിരിക്കും? ഷോർട്ടായ വഴിയാണ്, വളഞ്ഞ വഴി പോലെയല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറാത്തും മുസ്തഖീമിലാണ് താങ്കൾ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഓക്കെ. പിന്നെ ഈ ഇന്നക തീർച്ചയായും താങ്കൾ ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു. അതൊരു ഇതിൻ്റെ ഒരു പ്രസ്താവനയാണ്, ഒരു ഖബറാണ്. അലാ സിറാത്തി മുസ്തഖീം എന്നുള്ളത് രണ്ടാമത്തെ ഖബറാകുന്നു. തങ്ങൾ സിറാത്തിൽ മുസ്തഖീമിൽ